അല്ല. ഒരാൾ മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്ത് അതല്ലെങ്കിൽ ഉംറ ചെയ്ത് മദീനയിൽ പോകാതെ നാട്ടിലേക്ക് തിരിച്ചു പോയാലും അയാളുടെ ആ കർമ്മം സ്വീകാര്യമാണ്. പക്ഷെ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും പുണ്യ മക്കയിലേക്ക് വരുന്ന തീർത്ഥാടകർ ഒന്നുകിൽ അവരുടെ മക്കയിലേക്കുള്ള വരവിന്റെ മുമ്പ് അല്ലെങ്കിൽ മക്കൾക്ക് ശേഷം മദീന സന്ദർശനം കൂടി പൂർത്തിയാക്കിയിട്ടാണ് തിരിച്ചു പോകാറുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരെയും ആകർഷിക്കാൻ മാത്രം എന്താണ് മദീനക്ക് ഇത്ര വലിയ പ്രത്യേകത എന്നാണ് നാളെ മദീനയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി നമ്മളൊരു അല്പനേരം ചിന്തിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു പിടിച്ചാൽ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും മദീനക്ക്, മദീന മുനവ്വറക്ക് കാണാൻ കഴിയും. മദീന മുനവ്വറ എന്നാണ് പറയുക. മദീന എന്ന പേര് നിങ്ങൾക്കറിയാം. മദീന എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണം, സിറ്റി എന്നതിനാണ് അറബിയിൽ മദീന എന്ന് പറയും. അപ്പോ ഒരു നാടിന് നാട് എന്ന് പേരിട്ട എങ്ങനെ ഉണ്ടാവും? വേറെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അതിന്? അപ്പൊ നാടായി ലോകത്തിന് മാതൃകയായിട്ട് ലോകത്തൊരു നാടുണ്ടെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച നാടായ മദീന. അതാണ് ഇതിന്റെ അർത്ഥം. നാട് എന്ന് ലക്ഷണമൊത്ത ഒരു നാട് എന്ന് നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ അത് മദീനയെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മദീന എന്ന് പേര്. മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നായി. വിശുദ്ധ ഖുർആനിൽ ആ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. വഇദ് ഖാലത് ത്വായിഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ വയസ്തഇദിനു ഫരീഖുമുൻ നബിയ്യ വയഖൂലൂന ഇന്ന ബുയൂതനാ ഔറ വമാ ഹിയ ബിഔറ ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ എന്ന സൂറത്ത് അഹ്സാബിലെ ആയത്ത് ഉദാഹരണമാണ്. അതായത് അഹ്സാബ് യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നന്നായി വിശ്വാസം ശക്തമായ ആളുകളുണ്ട്, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു യുദ്ധമുഖത്തേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ നല്ല ഈമാനിക കരുത്തുള്ളവരെ പോലെ പെട്ടെന്ന് കടന്നു വന്ന ആളുകൾ അങ്ങനെ തന്നെ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവര് നബിന്റെ അടുത്ത് വന്നിട്ട് ചില ഒഴിവ് കഴിവുകളൊക്കെ ആര് പറഞ്ഞിരുന്നു? ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങളുടെ വീട്ടിൽ ആളില്ല, ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതാണ് വൈഫത്തും മീനും അവരിൽ നിന്നുള്ള ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞത്. അല്ലയോ യസ്രിബുകാരെ ലാ മുഖാമലക്കോ, ഇനി നിങ്ങൾക്ക് ഇവിടെ യാതൊരു നിലനിൽപ്പില്ല, വർജോ നിങ്ങളൊക്കെ ഇവിടെ വിട്ട് പോയിക്കോ. അങ്ങനെ പ്രവാചകനോട് ഒരു കൂട്ടർ വന്നിട്ട് ഞങ്ങൾ മടങ്ങി പോകട്ടെ, ഇവരിതാ ഞങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിശ്വാസികളായ ആളുകൾ വളരെ ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി അവിടെ തന്നെ നിന്ന് പോരാട്ടത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് യസ്രിബുകാരെ എന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് ഹിജറ ചെയ്ത് വന്നതിന് ശേഷം ആ പട്ടണം പിന്നെ യസ്രിബ് എന്ന് അറിയപ്പെട്ടിട്ടില്ല. ഇനി യസ്രിബ് എന്ന പേരുണ്ടായത് എങ്ങനെയെന്നും ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നോഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ വലിയൊരു പ്രളയം ലോകത്തുണ്ടായി. നോഹ് നബി അലൈഹി ഇസ്ലാം ഒരു കപ്പൽ നിർമ്മിച്ചു, വിശ്വാസികളെ അതിൽ കയറ്റി, അങ്ങനെ രക്ഷപ്പെട്ട് ആ കപ്പൽ പോയിട്ട് വസ്തവത്ത് അലൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ അത് നങ്കൂരം ഇട്ടുന്നതാണ്. ജൂതി പർവ്വതം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? അത് തുർക്കിയിലാണ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ മനുഷ്യ സമൂഹം അവിടെ ഇറങ്ങി ഭൂമിയുടെ പല ഭാഗത്തേക്കും സഞ്ചരിച്ചു വന്നു. ആ കൂട്ടത്തിൽ യസ്രിബ് എന്ന് പേരായ ഒരാളുണ്ടായിരുന്നു. അയാൾ അറേബ്യയിലേക്ക് സഞ്ചരിച്ച് ആ മദീനയുടെ ഭാഗത്ത് വന്ന് താമസിച്ചത് കൊണ്ട് നോഹ് നബി അലൈഹി ഇസ്ലാമിയുടെ തലമുറയിൽപ്പെട്ട ഒരാളിലേക്ക് ചേർത്തുകൊണ്ടാണ് യസ്രിബ് എന്ന വാക്കുണ്ടായത് എന്നാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ യസ്രിബ് എന്ന വാക്ക് മാറ്റിയിട്ട് വിളിച്ചു മദീനത്തുർ റസൂൽ. ഇനി മുതൽ ഇത് റസൂലിന്റെ പട്ടണമാണ്, നാടാണ് എന്ന്, അല്ലെങ്കിൽ മദീനത്തുൻ നബി എന്നും വിളിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞ ശേഷം അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ചിട്ട് അൽ മദീനത്തുൽ മുനവ്വറ, അൽ മക്ക അൽ മുക്കറമ എന്നും അൽ മദീനത്തുൽ മുനവ്വറ എന്നും മദീനയെ വിളിച്ചു. അപ്പൊ മുനവ്വറ എന്ന് പറഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മദീനക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകാശം കണ്ട ദിവസം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന ദിവസമാണ്.
അന്ന് വല്ലാത്തൊരു ശോഭയായിരുന്നു മദീനക്ക്. അതുപോലെ ഒരു ശോഭയും ഒരു നൂറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൂറെ മദീന ഗസലുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇത്ര വർണ്ണനകളാണ് മദീനയും നബിയൊക്കെ സംബന്ധിച്ച് ഗാനങ്ങളിലൊക്കെ ഉറുദു ഗസലുകളിലൊക്കെ ഒരുപാട്. തൂ അമീർ ഹറം, മൈ ഫക്കീർ അജം എന്നൊക്കെ പറയുന്നത്, തൂ പൂജ മൻ പൂജ എന്നൊക്കെയുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടില്ലേ? അത് പ്രവാചകനെ വർണ്ണിക്കുകയാണ് അതിലൊക്കെ. അപ്പൊ അങ്ങനെ പ്രവാചകൻ കടന്നു വന്ന ദിവസമാണ് മദീനക്ക് ഏറ്റവും കൂടുതൽ ശോഭയുണ്ടായിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് മദീനയെ ഞങ്ങൾ ഏറ്റവും ദുഃഖത്തിലും മ്ലാനവദനവുമായിട്ട് മദീനയുടെ ദുഃഖം ഞങ്ങൾ കണ്ട ദിവസം ഏതാണെന്ന് വെച്ചാൽ സഹാബികൾ പറയുന്നു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ്. അപ്പൊ പ്രവാചകന്റെ വരവോടുകൂടി പ്രശോഭിച്ച മദീന എന്ന അർത്ഥത്തിലാണ് ആധുനിക മദീനക്ക് അൽ മദീന മുനവ്വറ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ആ മദീന ഉണ്ടാകുന്നത്, പ്രവാചകന്റെ ആ മദീന ഉണ്ടാകുന്നത്, ആ മദീനയിലേക്ക് എല്ലാവരും വരുന്നു എന്നതാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ സമ്പൂർണമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബെ കിറാമും റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവരുടെ ജീവിതത്തിലൂടെ പ്രായോഗികമായി ലോകത്തിന് കാണിച്ചു കൊടുത്ത മണ്ണാണ് മദീന മുനവ്വറ എന്നതാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഒരാള് എങ്ങനെ നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അതല്ല, അത് മാത്രമല്ല മദീന ലോകത്തിന് കൈമാറി. മറിച്ച് ഒരു വിശ്വാസിയുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കണം, അയാളുടെ സാമൂഹ്യ ഇടപെടലുകൾ എങ്ങനെയായിരിക്കും, ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്തായിരിക്കും, ഇസ്ലാമിന്റെ നയതന്ത്ര ബന്ധങ്ങൾ എന്തായിരിക്കും എന്ന് തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിന്റെ ജനനം തൊട്ടും മരണം വരേക്കുമുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായി സ്വന്തം ജീവിതത്തിലൂടെ അത് തന്റെ അനുയായികൾക്ക് പകർന്നു കൊടുത്ത് അവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് പ്രായോഗികമായി പ്രാക്ടിക്കൽ ലൈഫിലൂടെ കാണിച്ചു കൊടുത്ത പ്രദേശമാണ് മദീന മുനവ്വറ. അപ്പൊ ഒന്ന് ഇസ്ലാമിന്റെ സമഗ്രത, രണ്ടാമത്തത് തത്വം പറയാൻ ആർക്കും കഴിയും, പക്ഷെ അതിനെ പ്രയോഗത്തിൽ ജീവിച്ച് കാണിക്കാൻ നമ്മളോട് തന്നെ ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ഇസ്ലാമൊക്കെ നല്ലതാണ്, പക്ഷെ ഇന്ന് ലോകത്ത് എവിടെയാണ് ഇസ്ലാം കാണുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണോ പറഞ്ഞിരുന്നത് അത് ജീവിതത്തിലൂടെ പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് ചൊല്ലിപ്പഠിച്ചുകൊള്ളുക എന്ന രൂപത്തിൽ അവരെ ചൊല്ലിപ്പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല. മറിച്ച് എന്താണോ ഖുർആനിൽ അവതീർണമായത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവർ ആദ്യം തന്നെ കാണും, പിന്നെ സഹാബികളുടെ ജീവിതത്തിലും കാണും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ നടക്കുന്ന ഖുർആനായി, വകാന ഖുർആനൻ യംശി അലൽ അർദ്, ഭൂമിയിൽ നടക്കുന്ന ഖുർആനായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ, സഹാബികൾ അവരവരുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിന്റെ സമ്പൂർണമായ സമഗ്രമായ ഭാവം ലോകത്തിന് പകർന്നു നൽകിയ മണ്ണാണ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മളും കാലുകുത്തുന്ന മദീന മുനവ്വറ എന്ന് പറയുന്ന ആ നാടിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആനിൽ 2 തരത്തിലുള്ള സൂറത്തുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ കലാമായ ഖുർആനിൽ അതല്ലാത്ത വേറൊരു അക്ഷരം പോലും അധികമായിട്ട് ഒരു മുസാഫിന് വേണമെങ്കിൽ എന്തൊക്കെ എഴുതിയൊക്കെ ഒന്നുമില്ല. പിന്നെ അതെവിടെ അച്ചടിച്ചതെന്നുണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും എന്നല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഖുർആനിന്റെ ഒരു പേജിൽ അല്ലെങ്കിൽ 2 പേജിലായിട്ട് അതിലുള്ള 114 സൂറത്തുകളുടെ പേരുകൾ എഴുതിയെടുത്ത് ആ സൂറത്ത് എവിടെയാണ് അവതരിച്ചത് എന്ന് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഒന്നുകിൽ സൂറത്ത് മക്കിയ ആയിരിക്കും, അല്ലെങ്കിലോ സൂറത്ത് മദനിയ ആയിരിക്കും മദീനയിൽ അവതരിച്ചത്. ഇതെന്തിനാണ് ഇങ്ങനെ ഓരോ സൂറത്തിന്റെയും നേരെ പ്രത്യേകമായി എഴുതിയത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തിനാ അങ്ങനെ ഒരാൾക്ക് ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് എന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ സൂറത്ത് മദീനയിലാണ് അവതരിച്ചത് എന്ന് മനസ്സിലായില്ല, എന്താ കുഴപ്പം? എന്തോ ഒരു കുഴപ്പം സംഭവിക്കുക എന്നതുകൊണ്ടാണല്ലോ എല്ലാ സൂറത്തും ഇന്നടുത്ത് അവതരിച്ചു എന്ന് പറഞ്ഞത്. വലിയൊരു പ്രത്യേകത അതിനുണ്ട്. എന്താണെന്ന് വെച്ചാൽ മക്കയിൽ അവതീർണമായ എല്ലാ സൂറത്തുകളും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ ഊതി പഠിപ്പിക്കുന്ന സൂറത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ആണ്,
അത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദൈവ വിശ്വാസം ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെ? ഇതാണ് ഇസ്ലാമിന്റെ സവിശേഷത. ഏകദൈവ വിശ്വാസം, അതിലൊരു കലർപ്പും ഉണ്ടാവില്ല. രണ്ടാമത്തേത് പ്രവാചകത്വം. ചരിത്രത്തിൽ എന്നും മനുഷ്യർക്ക് വഴികാട്ടാൻ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ പരമ്പരയിലെ അവസാന കണ്ണിയാണ് ഞാൻ എന്ന ആ ഒരു പ്രവാചകത്വം. മൂന്നാമത്തേതോ ആഖിറത്ത് അഥവാ പരലോക ബോധം എന്ന് പറയുന്ന പരലോക ചിന്ത, പരലോക വിശ്വാസം. ഈ 3 കാര്യങ്ങളിലാണ് ഇസ്ലാം. ഈമാൻ കാര്യങ്ങളെ നിങ്ങൾക്ക് 6 പറയാം, അതല്ല അത് 70 പറയാം, എത്രയും പറയാം, 1 പറയാം. അപ്പൊ അതുകൊണ്ടാണ് അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറയുന്നു. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കി വഴിയെ സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈമാനിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് ഏതെങ്കിലും സാംസ്കാരിക സംഘടനകൾ മാത്രം നടത്തേണ്ടതല്ല. മുമ്പിനാണോ നിങ്ങൾ ജനങ്ങൾക്ക് സഞ്ചാരപഥം ഒരുക്കി കൊടുത്തിരിക്കണം, അത് ഈമാനിന്റെ. അപ്പൊ അതൊക്കെ ഈമാൻ കാര്യങ്ങളിൽ എണ്ണിട്ടോ. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം ഒരു മനുഷ്യന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈമാൻ കാര്യങ്ങളിൽ പ്രധാനമായും 3 കാര്യങ്ങൾ. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ആഖിറത്ത്. അതിനാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഏത് സൂറത്തിലുണ്ട്? നമ്മൾ ഓതുന്ന കൃത്യമായ സൂറത്ത് ഫാത്തിഹയിൽ ഉണ്ട്. ഈ 3 കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞാൽ അതെന്താ? അതാണ് തൗഹീദാണ്, ഏകദൈവ വിശ്വാസം നമ്മളാ പറയുന്നത്. ഒരു ഭൗതികവാദികൾ എന്താ പറയാ? മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു വന്നു, അപ്പം ഈ ഭൂമിയിൽ കൊടുങ്കാറ്റുണ്ടായി, അതുപോലെ തന്നെ ഭയങ്കര വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി, അങ്ങനെ മനുഷ്യന്റെ അകത്ത് പേടിയുണ്ടായപ്പോൾ മനുഷ്യന് ഒരു ദൈവത്തെ സങ്കല്പിക്കേണ്ടി വന്നു. അങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ദൈവത്തെയും മതത്തെയും. ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഖുർആൻ അതിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് സൂറത്ത് ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ. ഇതൊക്കെ ഇങ്ങനെ ഭദ്രമായി സൃഷ്ടിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന എന്തിന്റെ പിന്നിലും ഒരു നിർമ്മാതാവുണ്ട് എന്ന് മനുഷ്യന്റെ ബുദ്ധി പറയുമെങ്കിൽ, ഈ മൊബൈലിന് ഇതിന്റെ ഒരു നിർമ്മാതാവായ കമ്പനിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പെന്ന് അതിന്റെ ഒരു നിർമ്മാണ കമ്പനി ഉണ്ടാകും. നമ്മളിരിക്കുന്ന ഈ കാർപ്പറ്റ് അത് നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൾബും ട്യൂബും അതിൻ്റെ ഒരു കമ്പനി ഉണ്ടാവും. ഇവിടെ ലോകത്തുള്ള എല്ലാ വസ്തുവിന്റെ പിന്നിലും അതിന്റെ നിർമ്മാണത്തിനൊരു കമ്പനിയോ നിർമ്മിച്ച ആളോ ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിന്റെ പിന്നിൽ ഒരാളില്ല. അത് ഇത്രയും വ്യവസ്ഥാപിതമായി പോകുന്നതിന് പിന്നിൽ എന്ന് മനുഷ്യൻ എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിയില്ല. മറിച്ച് അത് സൃഷ്ടിച്ച ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരുന്നതാണ് ദൈവബോധം. അതല്ലാതെ പ്രകൃതി മനുഷ്യനിലേക്ക് ഇങ്ങോട്ട് അടിച്ചേൽപ്പിച്ചതല്ല ദൈവബോധം എന്നാണ് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ പറയുന്ന ആദ്യത്തെ തൗഹീദിന്റെ വചനം. ഇങ്ങനത്തെ ഫാത്തിഹ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മൾ വെറുതെ നിസ്കാരത്തിലൊന്ന് ഓതിയ പോരാ. എൻ്റെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് അള്ളാഹുവിനെ സമർപ്പിക്കാൻ എൻ്റെ വിശ്വാസം. അതിന് കാരണമുണ്ട്, ഇതെല്ലാം ഒരുക്കിയത് അവനാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ ഒരായത്ത് തന്നെ വെച്ച് നിങ്ങൾ പല ഭാഗത്തേക്കും ചിന്തിക്കണം. അതിനാ ഖുർആൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഫാത്തിഹയിൽ തൗഹീദ് ഉണ്ട്, അതിൽ റിസാലത്തുണ്ട്. പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട് ഫാത്തിഹയിൽ എവിടെയാ വരുന്നത്? ഇഹ്ദിന, നേരായ വഴിയിൽ ഞങ്ങളെ നടത്തണം. സിറാത്തല്ലദീന, നീ അനുഗ്രഹിച്ചവരുടെ, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവരുടെ മാർഗത്തിൽ ഞങ്ങളെ കൊണ്ടുപോകണം എന്നാണ് പ്രവാചകന്മാരുടെ വഴി. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ അവിടെ നിന്നുണ്ട് പരലോകവുമുണ്ട്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ കൊണ്ട് ഈ 3 അടിസ്ഥാനങ്ങളെ ഒരു ദിവസം 17 തവണ നമ്മൾ നിർബന്ധമായി പറയേണ്ടത് കൊണ്ടാണ് ഫാത്തിഹ നിർബന്ധ നമസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്നത്. തൗഹീദിന്റെയും റിസാലത്തിന്റെയും ആഖിറത്തിന്റെയും പ്രഖ്യാപനമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിഹയിലായിരുന്നാൽ നിങ്ങൾ മക്കയിൽ അവതരിച്ച ഏത് സൂറത്ത് നോക്കിയാലും അതിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിനായി ഊന്നൽ കൊടുത്തിട്ടുണ്ടാവാം.
അല്ലെങ്കിൽ പരലോക ചിന്തയെ സംബന്ധിച്ചായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ പ്രവാചകന്മാർ കടന്നു വന്ന വഴികളും സമൂഹം അവരോട് പ്രതികരിച്ചതായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഈ അടിത്തറ ഭദ്രമാണെങ്കിൽ അതിന് മുകളിൽ എന്തും കെട്ടിപ്പൊക്കാം. അടിത്തറ അഖീദ പൂതലിച്ചു പോയാൽ അതിന്റെ മുകളിൽ ഒന്നും കെട്ടാൻ കഴിയില്ല. അതാണ് ഉമ്മത്ത് മുസ്ലിമിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. അഖീദ പൂതലിച്ചിരിക്കുന്നു, അതിന്റെ മുകളിൽ ഒന്നും കെട്ടിപ്പൊക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ അടിത്തറ തൗഹീദ് ഭദ്രമാകുക. ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ തൗഹീദ് ഊന്നി പറയുന്നില്ല. നമ്മൾ ഈ തൗഹീദ് ഇങ്ങനത്തെ ഊന്നി തന്നെ പറയുന്നതാണ്. അപ്പൊ ആ തൗഹീദിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊണ്ട് അങ്ങനെ മക്കയിൽ അവതരിച്ച എല്ലാ സൂറത്തുകൾക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വേറെ മക്കയിൽ അവതരിച്ച ഒരു സൂറത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, മക്കയിൽ അവതരിച്ച എല്ലാ സൂറത്തും വളരെ ചെറുതായിരിക്കും മദീനയിൽ അവതരിച്ച സൂറത്തിനെ അപേക്ഷിച്ച്. പക്ഷെ ഭയങ്കര സ്വാധീനവും ശക്തിയും അതിൽ ഓരോ സൂറത്തിനും ഉണ്ടാവുകയും ചെയ്യും. അതാണ് ആ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ മദീനയിലേക്ക് പോകുമ്പോൾ ഈ സൂറത്തുകൾക്ക് ഒരു വ്യത്യാസം. മദീനയിൽ അവതരിക്കുന്ന സൂറത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ അടിത്തറയിൽ കെട്ടിപ്പൊക്കി മദീനയിലേക്ക് വന്ന ഒരു സമൂഹത്തിന് ഒരു മാതൃകാ സൊസൈറ്റിയായിട്ട് ജീവിക്കാൻ വേണ്ട നിയമനിർദ്ദേശങ്ങളാണ്, അഥവാ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിവിലക്കുകളാണ് മദീനയിൽ അവതീർണമായിട്ടുള്ള എല്ലാ സൂറത്തുകളുടെയും ഉള്ളടക്കം. ഇതാണ് വ്യത്യാസം. മക്കീ സൂറയും മദീന സൂറയും തമ്മിലുള്ള വ്യത്യാസം. എന്താ മനസ്സിലായത്? മക്കയിലെ സൂറത്ത് ഇസ്ലാമിന്റെ അടിത്തറ, മദീനയിലെ സൂറത്ത് പറഞ്ഞാൽ ആ അടിത്തറയിൽ വളരുന്ന ഒരു സമൂഹത്തിന് വേണ്ട നിയമനിർദ്ദേശങ്ങൾ, ശരീഅത്ത്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, സൂറത്തുൽ നിസായിൽ അനന്തരാവകാശ നിയമത്തെ പറ്റി പറയുന്നത്. ലോകത്ത് ഏതെങ്കിലും ഒരു ദീനിൽ, ഒരു ദർശനത്തിൽ ഇത്രയേറെ കൃത്യമായി മനുഷ്യരുടെ സ്വത്ത്, അനന്തരാവകാശ സ്വത്ത് വീതം വെക്കണം അന്നോ ഇന്നോ പറഞ്ഞിരുന്നോ? ഇല്ല. നമ്മളുടെ ചെറിയ ബുദ്ധി കൊണ്ട് സ്ത്രീകൾക്ക് എന്താ പകുതി എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതിന് വേറെ മറുപടി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ, അഥവാ ഇസ്ലാമിക ശരീഅത്ത് പരിശുദ്ധ ഖുർആനിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയ മണ്ണാണ് മദീന. ഇസ്ലാമിക ശരീഅത്ത് ഇറങ്ങിയ മണ്ണിൽ നമ്മൾ പോകുന്നു, അതിന് നമുക്ക് ഭാഗ്യം കിട്ടുന്നു എന്നതാണ് മദീനയിൽ പോകുന്ന രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, മക്കയിൽ വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിറഞ്ഞ മണ്ണാണ്. നമ്മൾ കേട്ടു, ഷേബ് അബി താലിബ് നമ്മൾ കണ്ടു. നമ്മൾ തവാഫ് ചെയ്യുന്ന ആ മത്താഫിന്റെ അടിയിലൊക്കെ ഉള്ള മണൽത്തരികൾക്ക് അമ്മാർ കുടുംബത്തിന്റെയും യാസിർ കുടുംബത്തിന്റെയും ബിലാൽ റളിയല്ലാഹുവിന്റെയും കണ്ണീരിന്റെയും ചോരയുടെയും സമർപ്പണത്തിന്റെയും മണ്ണാണത്. അതിന്റെ മുകളിൽ കൂടി നമ്മൾ ചവിട്ടി നടക്കുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഅബയുടെ ചാരത്ത് ഇങ്ങനെ തലയണയാക്കി വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നബിയോട്. എന്താ? അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് തേടുന്നില്ലേ? എത്ര കാലമായി പ്രയാസം, പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഹബ്ബാബേ, ഇത് നമുക്ക് മാത്രമല്ല, ഇസ്ലാമിന്റെ മാർഗത്തിൽ ആരൊക്കെ മുമ്പ് ജീവിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മണ്ണിൽ വലിയ കുഴികുത്തി അതിൽ ആളെ വിശ്വാസിയെ ഇറക്കി നിർത്തി ഇരുമ്പിന്റെ ഈർച്ചവാട് കൊണ്ട് അവരുടെ ശരീരം ഈർന്ന് മജ്ജയും രക്തവും രക്തധമനികളും വരെ വേർപ്പെടുത്തപ്പെടുന്ന രൂപത്തിൽ വരെ ഖുതില അസ്ഹാബുൽ ഖുദൂസ് എന്നൊക്കെ പറയുന്നത് ഖുർആൻ പറയില്ലേ, വമാ നഖമു മിൻഹും, അല്ലാഹുവിൽ വിശ്വസിച്ചവരുടെ പേരിൽ എത്രയേറെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് ആ സഹാബിക്ക് തന്റെ അനുചരന് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഇസ്ലാമിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു പട്ടുമെത്തയിൽ കിടക്കുന്നത് പോലെ സുഖകരമായ ഒരു ഏർപ്പാടിന്റെ പേരല്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ അന്നും പറഞ്ഞു കൊടുത്ത നികേതാണ്. മറിച്ച് മുള്ളും മുൾപടർപ്പുകളും നിറഞ്ഞ വഴിയാണ് എന്ന് ഹബ്ബാബിനോട് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാനത്തിൽ ഒരു ദീർഘദർശനം നടത്തുന്നുണ്ട്. വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അം ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത് ലാ യഖാഫുഹു ഇല്ലല്ലാഹ് വദിബ അലാ ഗനമിഹി. അല്ലാഹുവാണ് സത്യം. അല്ലാഹു ഈ ദീനിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അറബി ഗ്രാമർ അറിയുന്ന ആളുകൾക്കറിയാം, അതിന്റെ മുമ്പിൽ തൗക്കീദിന്റെ ഒരു ലാമുണ്ട്. അതാണ് ലയുതിമ്മന്ന എന്ന് പറയുന്നത്. അല്ല, അവസാനത്തിൽ ഒരു തശ്ദീദിന്റെ പേരുണ്ട്. ഇനി അറബി ഒരു കാര്യം അമർത്തി പറയാൻ വേറൊരു ശൈലിയില്ല. ഈ ശൈലി എടുത്തിട്ട് മക്കയുടെ ആദ്യകാലത്ത് തന്നെ നബി പറയാണ്, അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് സെനാവ് മുതൽ ഹദറമൗത്ത് വരെ എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും അരാജകത്വവും അന്ന് നിലനിന്നത് സെന എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ?
ഹളറമൗത്ത് എവിടെ? പറ. സന്നാ എന്ന് പറഞ്ഞാൽ യമനിലല്ലേ? യമന്റെ തലസ്ഥാനം എന്താ? കുട്ടിയൊക്കെ അറിയാലോ. യമന്റെ തലസ്ഥാനം സനാണ്. ആ, ഹളറമൗത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേറൊരു പ്രദേശമാണ്. ഈ മന്തി ഉണ്ടായത് എവിടുന്ന പറയാം നമുക്ക്? ആ, മന്തി വന്നത് യമനി മന്തിയാണ്. അത് ഹളറമൗത്ത് എന്നാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള മന്തി ഹളറമൗത്ത് നൽകുന്നു. അവരാണ് അതിന്റെ അസല്. ഹളറമൗത്ത് എന്ന് പറഞ്ഞാൽ മരണാസന്നമായ സ്ഥലം എന്നാ ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹദീസിലൊക്കെ നമ്മളെ ഹളറമി എന്ന് കാണുന്നത്. ഹളറമി എന്ന് പറഞ്ഞാൽ ഹളറമൗത്തിലുള്ള ആളുകളില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അന്ന് ആ കാലുഷ്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് പോലും ഒരു പെൺകുട്ടിക്ക് പോലും നട്ടപ്പാതിലേക്ക് ഒരാളെയും ഭയപ്പെടാതെ ആട്ടിടയനെ അതിനെ പിടിക്കുന്ന ഒരു ചെന്നായ മാത്രം ഭയപ്പെട്ടാൽ മതി. ആരും ആരുടെ സ്വത്ത് കവരാത്ത, ആരും ആരുടെയും അഭിമാനം കവരാത്ത തരത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ക്ഷേമവും അഭിവൃദ്ധിയുമുള്ള യാതൊരു പേടിയും വേണ്ടാത്തതില്ല. ഇപ്പൊ നമ്മുടെ അറബിലേക്ക് നട്ടപ്പാതിലേക്ക് ഒരു പെണ്ണുങ്ങൾ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രശ്നമില്ല. എന്നതുപോലെ ലോകം, ശാന്തിയുള്ള ലോകം ഇസ്ലാമിനാൽ അള്ളാഹു തരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം എന്നതോടൊപ്പം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ പുലരുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് ഹബ്ബാബെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ത്യാഗം സഹിച്ച് പണിയെടുക്കൂ എന്നാണ് തുടക്കകാലത്ത് ഹബ്ബാബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരികയാണ്. ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായും 3 പ്രവർത്തനങ്ങൾ മദീനയിൽ നടത്തിയെന്നാണ്. അതൊക്കെ ഒന്ന് മസ്ജിദ് നബവിയുടെ നിർമ്മാണം. അതാണ് അവരുടെ എല്ലാറ്റിൻ്റെയും കേന്ദ്രം. അതിനെപ്പറ്റി ഞാൻ പറയാം. മസ്ജിദ് നബവിയുടെ നിർമ്മാണം. രണ്ടാമത്തേത് ഇവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തി അള്ളാഹുവിന്റെ ദീന് മാത്രം കൊതിച്ചു വന്ന മുഹാജിറുകളായ സഹാബികളുണ്ടല്ലോ, അവരെ ആ പള്ളിയുടെ ആ മണലിൽ ഇരുത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരായ സഹാബികളോടൊപ്പം ഇരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന സഹോദരന് ഭക്ഷണമില്ല, താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി മുതൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. പ്രവാചകരെ, എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണമില്ല, അതിഥിയായിട്ട് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ഇദ്ദേഹത്തിന് എങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് മദീനക്കാരനായ ഒരു സഹാബിയും ചിന്തിച്ചിരുന്നില്ല. നബി പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കൂടെ വരുന്ന അതിഥിക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകും. അങ്ങനെയാണ് ഒരു ചരിത്രം നമ്മൾ കേട്ടത്. ഒരു സഹാബി തൻ്റെ കൂടെ തന്ന സഹോദരൻ, അതിനാണ് അറബിയിൽ മുആഹാത്ത് എന്ന് പറയുക, അവരെ സഹോദരന്മാരായിട്ട്, ആദർശ സഹോദരന്മാരായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. മക്കക്കാരെയും മദീനക്കാരെയും ചേർത്ത് കെട്ടി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ മക്കയും മദീനയും ആദർശത്തിൽ ചേർന്നു. അതാണ് മുഹാജിറും അൻസാർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സാദിയെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരാൾക്ക് കഷ്ടിച്ച് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, നീ ആ ഭക്ഷണം എടുത്തിട്ട് വെക്ക്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ വിളക്ക് അങ്ങ് അണച്ച് കളയാം. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുക, മറ്റേ ആളോ അയാൾ കഴിക്കുകയും ചെയ്യട്ടെ. ഇതിനപ്പുറത്ത് ലോകത്തൊരു മാതൃക കാണിച്ചു കഴിയുന്നു. ഇതാണ് സഹാബികൾ. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹോദരൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്ത മലാബിസ് എന്നും, മദീനക്കാർ അവരുടെ വസ്ത്രങ്ങൾ വരെ വീതം വെച്ചിട്ട് ഒരു 2 ജോഡി വസ്ത്രം ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ എടുത്തോളും, ഒന്ന് നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുന്തിയ വസ്ത്രം മക്കയിൽ നിന്ന് വന്ന മുഹാജിറായ സഹോദരനും സഹോദരിക്കും കൊടുത്തു. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നത് അവരുടെ കൂടെ ഒരു ഭാര്യയെ നിർത്തി മറ്റേ ഭാര്യ വിവാഹമോചനം നടത്തിയിട്ട് മക്കയിൽ നിന്ന് വന്ന സഹോദരന് വിവാഹം നടത്തി കൊടുത്തു. ഇതിനപ്പുറത്ത് ആദർശത്തിന്റെ മാർഗത്തിൽ പകുത്തു നൽകുന്ന ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു സഹോദര്യ മാതൃക നമുക്ക് കാണിക്കാൻ കഴിയും. അതാണ് മദീന. ഖുർആൻ അതിനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞു, വയൂസിറൂന അലാ അൻഫുസിഹിം തങ്ങൾക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾ ഉള്ളതോടൊപ്പം അതൊക്കെ മാറ്റിവെച്ച് തങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവർക്ക് ജീവിതത്തിൽ മുൻഗണന കൊടുത്തവരാണ് മദീനക്കാർ. അത് ഖുർആൻ എടുത്ത് പറഞ്ഞെന്തിനാ? ഈസാർ, പരക്ഷേപ തൽപരത. എല്ലാവരും സ്വന്തത്തിലേക്കും സ്വാർത്ഥതയിലേക്കും മടങ്ങുമ്പോൾ എനിക്ക് ഒരു സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ സഹോദരന് കിട്ടണം എന്നതാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹം. മദീനക്കാർ അങ്ങനെയായിരുന്നു. അപ്പൊ
ആദർശ സഹോദര്യമാണ് മദീനയിലെത്തിയ പ്രവാചകൻ രണ്ടാമതായിട്ട് ചെയ്തത്. ആദ്യം മസ്ജിദ് നബവിയുടെ നിർമ്മാണം, രണ്ടാമത്തേത് ആദർശ സാഹോദര്യം. കച്ചവടത്തിൽ അവർ പങ്കു ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചില സഹാബികൾ, മക്കാരായ ആൾക്കാർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എനിക്ക് ഷെയർ ബിസിനസ് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, മദീനയിൽ എവിടെയാണ് കച്ചവടം നടക്കുന്ന മാർക്കറ്റ് എനിക്ക് കാണിച്ചെന്നാൽ മതി, ഞാൻ അവിടെ ചെല്ലും, ഞാൻ തന്നെ എവിടുന്നെങ്കിലും പ്രൊഡക്ട്സ് സംഘടിപ്പിക്കും, ഞാൻ തന്നെ കച്ചവടം ചെയ്യും, എന്നിട്ട് ഞാൻ നല്ല സമ്പത്തുള്ള ധനികനായിട്ടും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് എല്ലാം അർപ്പിച്ചിട്ട് അങ്ങോട്ട് പോയതാ. എന്നിട്ട് അവിടെ എത്തി അവിടുത്തെ മാർക്കറ്റ് കണ്ട് നല്ല മെല്ലെ ഉള്ളി കച്ചവടം തുടങ്ങി. അങ്ങനെ അതിൻ്റെ മുകളിൽ അടുത്ത് തുടങ്ങി അങ്ങനെ വലിയ സമ്പന്നതയിലേക്ക് എത്തിയ ഒരു സമൂഹമായിരുന്നു അവര്. അപ്പൊ അതുകൊണ്ട് സഹാബികളെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. ആത്മബോധമുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന, കഠിനമായ പ്രയത്നത്തിന്റെ, എന്നാൽ അതിൻ്റെ കൂടെ ഇസ്ലാമിന് വേണ്ടി സജീവമായി ഇറങ്ങിപ്പുറപ്പെട്ട ആ സഹാബികളുടെ സാഹോദര്യം സ്ഥാപിച്ച മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയെ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് വിശ്വാസികളുടെ അവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയാണ് പലതിൻ്റെ പേര്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വരെ ചിന്തിച്ചു നോക്കിയാൽ ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ കേരള മുസ്ലിങ്ങൾക്ക് എന്തായിരുന്നു പണി, സംഘടനകൾക്ക് എന്തായിരുന്നു പണി, അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് കെട്ടലായിരുന്നു പണി. തെരുവിൽ മൈക്ക് കെട്ടി, എന്നിട്ട് ഒരു കൂട്ടർ ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, മറ്റൊരു കാഫിറുകളാണ്, ഓരോട് സലാം പറയാൻ പാടില്ല, അങ്ങനെ ഒരു കൂട്ടർ ഒരു ഭാഗത്ത് പ്രസംഗിച്ചു. അതിൽ കുറേ ആളുകൾ അതൊക്കെ കേട്ട് അഭിരമിച്ച് അങ്ങനെ നടന്നു കുറ്റം പറഞ്ഞത് മുഴുവൻ. ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങളും ഈ പറയുന്ന പുരോഹിതന്മാരുടെ വരവ് കേട്ടിട്ട് ബാക്കിയുള്ളവരെ കാണുന്നേരം മുണ്ടാതെയും സലാം പറയാതെയും നടന്നു. വളരെ ഗുരുതരമായ ഒരു തെറ്റിലേക്ക് കേരള മുസ്ലിങ്ങൾ, അങ്ങനെയാണ് അവരുടെ സമയവും അധ്വാനവും ഒക്കെ പോയത്. വേറൊരു കൂട്ടർക്ക് തർക്കിക്കാനുണ്ടായിരുന്ന വിഷയം നിസ്കാരത്തിൽ എവിടെ കൈകെട്ടേണ്ടതാണ്. അങ്ങനെ 4 മണിക്കൂർ പ്രഭാഷണം എവിടെ, റോട്ടിന്റെ നടുക്ക്. ഇതാരാ കേൾക്കണേ? മുസ്ലിങ്ങൾ മാത്രമല്ല അല്ലാത്തവരും കേൾക്കുകയാണ്. ഇവർക്ക് ഇവരുടെ ഒരു നിസ്കാരത്തിൽ വരെ ഐക്യമല്ല, പിന്നെ ഇവിടുന്ന് ഐക്യണ്ടാകുക. ഇതാണ് തെരുവിൽ വെച്ച് 2 മണിക്കൂർ പേരോടിയിലെ പ്രഭാഷണം. അപ്പം വേറൊരാൾ വന്നിട്ട് അതിന് മറുപടി, നാദാപുരം പ്രഭാഷണം. ഇങ്ങനൊക്കെ എത്രയാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് തിരിയായിട്ടൊന്നല്ല, പക്ഷെ നമ്മൾ തെരുവിൽ പറയേണ്ടതല്ല. അത് ആർക്കെങ്കിലും അത്തരം വിഷയത്തിൽ വൈജ്ഞാനികമായ പഠനം വേണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഒരു റൂമിന്റെ അകത്തിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ചോ. പൊതുസമൂഹത്തെ അത് പറഞ്ഞ് അറിയാത്ത പാമരരായ മുസ്ലിം സമൂഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുകയും മറ്റ് സമൂഹങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ വില കെടുത്തുകയും ചെയ്യരുത് എന്നാണ് ആ വിഷയത്തിൽ നമ്മളന്ന് നിലപാട് പറഞ്ഞത്. കുനൂത്ത് ഓതണം വേണ്ടേ, സുബീക്ക്, അതായിരുന്നു ചർച്ച. അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരത്തിന് ശേഷം പിന്നെ കൂട്ടപ്രാർത്ഥന വേണോ വേണ്ടേ, ഇതായിരുന്നു തർക്കം. അങ്ങനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നുപോയി. പക്ഷെ മദീന അതൊന്നും ഉണ്ടായിരുന്നില്ല. ആദർശത്തിന്റെ പേരിൽ ഒന്നായി നിൽക്കണം, അതുകൊണ്ട് തർക്കിക്കരുത് എന്ന പാഠമാണ് നമുക്ക് മദീന പകർന്നു നൽകുന്നത്. ആ ഒരു സന്ദേശമൊക്കെ ഏറ്റെടുക്കാൻ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളി നിർമ്മിച്ചു, 3 പ്രധാന പ്രവർത്തനങ്ങൾ നടത്തി. രണ്ടാമത്തേത് അവിടെ സാഹോദര്യ ബന്ധം ഉമ്മത്ത് മുസ്ലിമക്കിടയിൽ ഉണ്ടാക്കി തീർത്തു. മൂന്നാമത്തേത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ മദീന എന്ന് പറയുന്ന നാട് ആരുടെ കയ്യിലുള്ളതാ? ജൂതന്മാരുടെ കയ്യിലുള്ളതാ. അപ്പൊ ജൂതന്മാരുടെ കൂട്ടത്തിലെ 3 പ്രധാന ഗോത്രങ്ങൾ മദീനയിൽ അന്ന് ഉണ്ടായിരുന്നു. അതാരൊക്കെ? അതാരാ? പറഞ്ഞത് ഞാൻ നാടകട്ടെ പറഞ്ഞു കൊടുക്കരുത്. ഇവരെന്താ പറയുന്നത്? ഹൗസ് അസറജിലെ ജൂതന്മാരെ ഗോത്രം. ബനു നളീർ, ബനു ഖൈനുഖ, ബനു ഖുറൈള, ഇവര് 3 ഗോത്രങ്ങൾ അവിടെ ഉണ്ട്. ഹൗസ് അസറജ് അറബികളിൽപ്പെട്ട ആളുകളാണ്. സബയിൽ നിന്ന് വന്നവരാണ്. യമനിലെ സബയിൽ നിന്ന് വന്നവരാണ്. യമനിൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ അണക്കെട്ട് പൊട്ടിയപ്പോൾ അറബികൾ മദീനയിലേക്ക് വന്ന് താമസിച്ചു. ഇവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അൻസാറുകളായിട്ട് മാറിയത്. അതുകൊണ്ട് അത് മുസ്ലിങ്ങളാണ്. ഞാൻ ജൂതഗോത്രത്തെ സംബന്ധിച്ച് ചോദിച്ചത് അത് ബനു ഖുറൈള, ബനു ഖൈനുഖ, ബനു നളീർ. ഇവര് ബനു ഖുറൈളക്കാരുടെ പണി എന്താണെന്ന് വെച്ചാൽ അവർ കർഷകരായിരുന്നു അവിടുത്തെ. അതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്തിരുന്നു. ബനു ഖൈനുഖ എന്ന് പറഞ്ഞാൽ അവർ കൊല്ലന്മാരും ആയുധ നിർമ്മാതാക്കൾ വരുന്നു. അപ്പൊ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയുള്ള ഗോത്രങ്ങൾക്ക് ആയുധം നിർമ്മിച്ചു കൊടുക്കലായിരുന്നു അന്നും ജൂതന്മാരുടെ പണി. ഇന്നോ അപ്പൊ ജൂതന്മാരുടെ ആയുധ കച്ചവടം എന്നത് ചരിത്രത്തിന്റെ തുടർച്ചയിലാണ്. ഇന്ന് അമേരിക്കയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്കാരെടുത്ത് വരും, എന്നിട്ട് ഇന്ത്യയായിട്ട് സൗഹൃദം പറയും, ആയുധ കച്ചവടം. മൂപ്പര് അങ്ങോട്ട് അമേരിക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് പാകിസ്ഥാനിലേക്ക് പോയില്ല. എന്നിട്ട് ഇവരോട് ഭർത്താൻ പറയും, ഓൾക്ക് നമ്മൾ ഇത്ര വിറ്റിട്ടുണ്ട് ആയുധം, അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ആ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാറ്റലോഗ് ഇവർക്ക് കാണിച്ചു കൊടുക്കും. എന്താ ഇന്ത്യ നമ്മൾ അടിക്കുന്നു കരുതിയിട്ട് പാകിസ്ഥാൻ ഇപ്പുറത്തൊന്നും എന്ത് വാങ്ങും,
ആയുധം വാങ്ങും. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്നത് ജൂതന്മാർ. അന്നും മദീനയിലും ആയുധ കച്ചവടം. ഇങ്ങനെയുള്ള ഈ ജൂതന്മാരുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് ഒരു കരാർ എഴുതിയുണ്ടാക്കി. അതിനാണ് ചരിത്രം എന്ന് പറയുന്നത് സഹീഫത്തുൽ മദീന, മദീന ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നബി എഴുതുന്നത് എന്താ അറിയോ? ഈ മദീന എന്ന നാട് ഞങ്ങളുടേതും നിങ്ങളുടേതുമാണ്. ഇതിനെ ആക്രമിക്കാൻ വേണ്ടി പുറത്തു നിന്ന് ഒരാൾ വന്നാൽ ആ ശത്രുവിന്റെ ഒപ്പം ചേർന്ന് നിങ്ങൾ മദീനയുടെ അകത്തുള്ള മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പാടില്ല. നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഏതെങ്കിലും സൈന്യങ്ങൾ മദീനയുടെ അകത്തേക്ക് കയറി വന്നാൽ ഞങ്ങൾ ആ ശത്രുക്കളോടൊപ്പം ചേർന്ന് നിങ്ങളെയും ആക്രമിക്കില്ല. മറിച്ച് ഒരു രാഷ്ട്രം എന്ന അർത്ഥത്തിൽ ഇത് ഞങ്ങളുടേതും നിങ്ങളുടേതുമാണ്. ചില ആൾക്കാർ പറയല്ല, ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നാൽ ബാക്കിയുള്ളവരുടെ തലയെടുത്ത് കളയും, ഓർക്ക് ജീവിക്കാൻ പറ്റൂല, ക്രൂരന്മാരാണ് മുസ്ലിങ്ങൾ, നിങ്ങൾ ജൂതന്മാർ അവിടുന്ന് നാട് കടത്തിയില്ലേ മദീനന്ന്. അതിനൊക്കെ കാരണമുണ്ട്. രാജ്യത്തിന്റെ അകത്ത് നിന്ന് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അന്നല്ല ഇന്നും രാജ്യത്ത് എന്താ നടക്കുക? ആ ആളുകളെ നാട് കടത്തും. അതാണ് അവിടെ നടന്നത്. ആ അർത്ഥത്തിൽ ആ ചരിത്രമൊക്കെ വായിക്കാൻ നമുക്ക് കഴിയണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് ആദ്യമായിട്ടൊരു ഇസ്ലാമിക രാഷ്ട്രം. കാരണം നമ്മൾ നേരത്തെ ഹിജ്റയിൽ പറഞ്ഞല്ലോ, പ്രവാചകന്റെ പ്രാർത്ഥനയാണ് വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. നിന്റെ അടുക്കൽ നിന്ന് സഹായമായിട്ട് എനിക്കൊരു അധികാരത്തെ നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് നബിക്ക് അധികാരം കിട്ടിയ മണ്ണാണ് മദീന. അതുകൊണ്ട് നബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക രാഷ്ട്രം ഇങ്ങനെ അവിടെയുള്ള മറ്റു ജനങ്ങളോട് എങ്ങനെ ഇടപഴകണം, ഈ സമൂഹത്തെ എങ്ങനെ വളർത്തണം, പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് അവർക്ക് എല്ലാവിധ അറിവുകളും നൽകിക്കൊണ്ട് മദീനയിൽ പ്രവാചകൻ അവരെ വളർത്തിക്കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ ചരിത്രമൊന്നും ഞാൻ പറയില്ല. സച്ചരിതരായ ഖലീഫമാർ എന്ന് പറഞ്ഞിട്ട് 4 പുസ്തകമുണ്ട്. അല്ല, ഒരു പുസ്തകമുണ്ട്. അതിൽ 4 സഹാബികളെ പറ്റി പറയുന്നുണ്ട്. PK അബൂബക്കർ നദീവി എഴുതിയ IPHന്റെ. അതും നിങ്ങൾ വാങ്ങി വെക്കണം, അല്ലാതെ എല്ലാം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിൽ 4 സഹാബികൾ ചുരുക്കി പറയാം. അതിന് പുറമെ സിദ്ദീഖുൽ അക്ബർ എന്ന പേരിൽ ഇബ്രാഹിം അലവി എഴുതിയിട്ടുള്ള പുസ്തകം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി മാത്രമാണ്. കുറച്ചൊക്കെ മദീനയിലെത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി അവിടുന്ന് പറയാം. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ ആധിപത്യം ഏറ്റെടുത്തു. അങ്ങനെ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് നമസ്കാരത്തിന് ഇമാം നിൽക്കാൻ വേണ്ടി ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം നടന്നു പോരുന്ന വഴിയിൽ ഒരു ഗ്രാമീണയായ ഒരു സ്ത്രീ ഒരു കുടിലിൽ നിന്ന് നിരങ്ങി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് ചോദിച്ചു, എൻ്റെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് മറുപടി കിട്ടി, അമീറുൽ മുഅ്മിനീൻ, ആ സ്ത്രീ ഗർഭിണിയാണ്, അവരെ ഗർഭമെടുക്കാൻ സഹായിക്കാനൊന്നും ആരും അവിടെ ഇല്ല, വേദന കൊണ്ട് പൊളയുകയാണ് അവർ. അത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വേഗം അദ്ദേഹത്തിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ പ്രിയതമ, രാജ്യത്തിന്റെ പ്രഥമ പൗരയായ ആ തന്റെ പ്രിയതമയെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ ഒരു തുണിക്കഷ്ണം എടുക്കൂ, ആ സ്ത്രീക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ കുറച്ച് ബാർലിയോ ഗോതമ്പോ എടുത്തിട്ട് എൻ്റെ കൂടെ വരണം, നീ ആ കുടിലിന്റെ അകത്തേക്ക് കയറി അവൾക്ക് സഹായിയായി കൊടുക്കുക. അങ്ങനെ ആ സ്ത്രീ അതിൻ്റെ അകത്ത് വെച്ച് പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയതമ കയ്യിലെടുത്തിട്ട് ഇതുണ്ടല്ലോ ആ കൂടാരത്തിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയുടെ ഭർത്താവും പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കൂടാരത്തിന്റെ അകത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈഫ് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, ബഷീർ യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ആ മനുഷ്യനെ സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ഈ നിൽക്കുന്ന ആൾക്കും അതിൻ്റെ അകത്തുള്ള സ്ത്രീക്ക് മനസ്സിലായത്, ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ വന്നത് ലോകം കണ്ട പ്രമുഖനായ ആ ഒരു വ്യക്തിത്വം, ആ രാഷ്ട്രത്തിന്റെ നായകൻ അമീറുൽ മുഅ്മിനീൻ ഉമറാണ് സഹായിച്ചത്. ഇന്നത്തെ ലോകത്തിന് ഇത് സങ്കല്പിക്കാൻ കഴിയും? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ ജനങ്ങളുമായി ബന്ധമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കൊട്ടാരങ്ങളിലും ഭക്ഷണങ്ങളിലും വാഹനങ്ങളിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാടുമ്പോൾ പല രാജ്യങ്ങളിലും പട്ടിണി കൊണ്ടും ചാളയിലും ജനങ്ങൾ ജീവിക്കുന്നു. ആരുണ്ട് അവരെ തിരിഞ്ഞു നോക്കാൻ? അവിടെയാണ് മദീനയുടെ പ്രസക്തി, അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ പ്രസക്തി, അവിടെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഇടപെടലിന്റെ പ്രസക്തി.
ഇതാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ വരണം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ അതിന്റെ മുകളിൽ ഇവര് മതരാഷ്ട്രവാദികളാന്ന് പറഞ്ഞിട്ട് രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരെന്നല്ല. മദീന ഇതാണെങ്കിൽ, ഖുർആൻ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് ലോകത്ത് വരണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നു, ലോകത്തുള്ള പണ്ഡിതന്മാരും പറയുന്നു. ഗാന്ധിജിയും പറഞ്ഞതാണ് ഉമറിന്റെ ഭരണം ഇന്ത്യക്ക് വരണം എന്ന് പറഞ്ഞതാണ്. ഗാന്ധിജിക്ക് തിരിഞ്ഞത് നമ്മളെ ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ. പിന്നെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചു. അവിടെയും നിന്ന് ഉമർ, എന്റെ രാജ്യത്തെ, എന്റെ ക്ഷേമരാഷ്ട്രത്തിൽ ഒരാളും കരയാൻ പാടില്ല, ബുദ്ധിമുട്ടി കരയരുത്, അതെന്താണെന്ന് എനിക്കറിയണം, ഞാനത് പരിഹരിക്കും, അതാണ് ഭരണാധികാരി. അപ്പം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ കുഞ്ഞിന് 8 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നിങ്ങളുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, 2 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കും. ഈ ഉമ്മ സൗജന്യ റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, മുലകുടി മാറ്റിയ കുഞ്ഞുങ്ങൾക്ക് സൗജന്യ റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുലകുടി മാറ്റാനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞാകട്ടെ മുല കുടിക്കണമെന്ന വാശിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. അത് കേട്ടപ്പോൾ പറഞ്ഞുള്ളത്, അതാണോ പ്രശ്നം? എങ്കിൽ ഒരാളും നിർബന്ധപൂർവ്വം ഒരു കുഞ്ഞിനും കിട്ടേണ്ടുന്ന മുലകുടി എന്ന അവകാശം നിഷേധിക്കരുത്. ജനിച്ചു വീഴ അന്നു മുതൽ ഈ രാജ്യത്ത് എല്ലാ ആളുകൾക്കും സൗജന്യ റേഷൻ ഉണ്ടായിരിക്കും. അതാണ് മദീന മുനവ്വറ. ഇതിനാണ് ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത്. മദീനയിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ സകാത്ത് വാങ്ങാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. അതാണ് മദീന. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക അതല്ല. ഈ മണ്ണ് എന്തൊക്കെ പാഠം ഈ മക്ക നൽകുന്നത് പോലെ മദീന നൽകുന്ന പാഠം, ഒരു ക്ഷേമരാഷ്ട്രം, അതാണ് മദീന. അതാണ് ഇസ്ലാം ഉണ്ടാക്കിയ ഖുലഫാഉർ റാഷിദീങ്ങൾ ഉണ്ടാക്കി എന്ന് ചിന്തിക്കുകയും. അതുപോലെ തന്നെ അവിടെ പലയിടങ്ങളിലും ഹെൽത്ത് ക്ലിനിക്കുകൾ പ്രവർത്തിച്ചിരുന്നു. ഈജിപ്തിൽ നിന്നൊക്കെ ഡോക്ടർമാരെ കൊണ്ടുവന്നിരുന്നു. ഇവർ ഈ ക്ലിനിക്ക് തുറന്നിരിക്കാന്നല്ലാതെ ഒരാളും അവിടെ ചികിത്സക്ക് വന്നിട്ടില്ല. എന്താ? ആർക്കും മദീനയിൽ രോഗമുണ്ടായിരുന്നില്ല. രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ജാഗ്രത വേണോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് രോഗം വരുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ? ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട. ഇസ്ലാമിനെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ വയറെല്ലാം കൂടി വെട്ടി വിഴുങ്ങാനുള്ളതല്ല. അതിൻ്റെ 1/3 നിങ്ങൾ ആഹാരം, 1/3 വെള്ളത്തിനുള്ള കേട്ടോ. ഈ ബിരിയാണി മൊത്തം തിന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വലിയ പൂവമ്പഴം അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഐസ്ക്രീം തിന്നിട്ടാവും, പിന്നെ രോഗിയാവില്ലേ? അപ്പോൾ ബാക്കി ഭാഗം കാലിയായിട്ട് ഒഴിച്ചിടുകയും വേണം. ഇങ്ങനെ നമ്മൾ ജീവിച്ചു നോക്കിയാൽ കുറച്ച് കാലം കൂടിയൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. അല്ലെങ്കിൽ എന്നോ അടിച്ചു നമ്മളൊക്കെ. അപ്പൊ അള്ളാഹു എല്ലാ രോഗങ്ങളിലൊന്നും. അപ്പൊ മദീന എന്ത് പകർന്നു നൽകുന്നു? ഞാനത് ആമുഖത്തിൽ പറഞ്ഞത് സമഗ്രമായ ദീൻ ജീവിതം എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മദീന. അവരങ്ങനെ വളർന്നതും. അപ്പൊ അതുകൊണ്ട് അവിടെ രോഗികളില്ലാത്ത ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടാൽ പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ഉമർ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഭരണാധികാരികളാണ് മദീനയെ നയിച്ചത്. അതാണ് മദീന. അപ്പോ മൂന്നാമതായിട്ട് ഞാൻ മദീനയുടെ പ്രത്യേകത പറഞ്ഞത്, ലോകം കണ്ട മാതൃകാ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയാണ് മദീന എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കാം. 4ാമത്തെ കാര്യം, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നതും മദീനയിലാണ്. ഓർമ്മ വെച്ച നാള് തൊട്ട് ചിത്രത്തിന്റെ താളുകളിൽ ആ പള്ളിയോട് ചേർന്നൊരു പച്ചക്കുപ്പ കാണുമ്പോൾ ഇതിന്റെ താഴെയാണ് എൻ്റെ ആദരവായ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നും അവിടുത്തെ ഖബറിന്റെ അരികെ പോയി നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് അകം തട്ടി പറയണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകിയ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് ആദ്യം വന്ന സ്ഥലമാണ് ഖുബ. എല്ലാവരും ഞാൻ ഇവിടുന്ന് പറയുന്നില്ല. അങ്ങനെ ഖുബായിൽ വന്ന് 3-4 ദിവസം അവിടെ തങ്ങി. അവിടെ ആദ്യത്തെ ഒരു പള്ളി നിർമ്മിച്ചു. അതിന്റെ പേര് മസ്ജിദ് ഖുബ. അവിടെ പോയി ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഉംറയുടെ പ്രതിഫലം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെയൊക്കെ പോകും. നമ്മുടെ കൂടെ ജാഫർ എളപ്പിലാക്കൂടി എന്ന് പറഞ്ഞ, ഞാൻ മദീനയിൽ ഉണ്ടായിരുന്നല്ലോ 2002 മുതൽ 2010 വരെ.
പിന്നെ ഞാൻ അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ കഫീലിനെ തന്നെ അദ്ദേഹത്തിൻ്റെ കഫീലാക്കി വെച്ചു. അതേ കഫീലിനാണ് ഇപ്പോഴുള്ള സ്പോൺസർ ഉള്ളത്. മദീനയിൽ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ജാഫർ സാഹിബ്. ചിലപ്പം ഗുരുവിനേക്കാളും നല്ല ശിഷ്യന്മാരൊക്കെ വളർന്നു വരും എന്ന് പറഞ്ഞതുപോലെ എന്നേക്കാളും പ്രൗഢഗംഭീരമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം അവിടെ വെച്ചിട്ട് തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദുബായിൽ താമസിച്ച് പിന്നെ അവിടുന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം വീണ്ടും നബിയുടെ ഹിജ്റ മദീനയുടെ മധ്യഭാഗത്തേക്ക് പുരോഗമിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം ജുമാ നമസ്കരിക്കണം. അപ്പോൾ മസ്ജിദ് ഖുബായുടെയും മസ്ജിദ് നബവിയുടെയും ഇടയിൽ വാദി റനൂന എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ വെച്ച് ഇവർ ജുമാ നമസ്കരിച്ചു. അവിടെ പിൽക്കാലത്ത് ഒരു പള്ളി വന്നു. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ജുമാ എന്നാണ്. ഇപ്പോഴും ആ പള്ളി അവിടെ പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ നബിയുടെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയ സ്ഥലത്താണ് ഇപ്പം എന്തുള്ളത്, മസ്ജിദുൽ നബവി നിലനിൽക്കുന്നത്. ആ സ്ഥലം എന്ന് സഹീൽ സുഹൈൽ എന്ന് പറഞ്ഞ രണ്ട് അനാഥ ബാലന്മാരുടെ കാരക്ക ഉണക്കുന്ന ബലിക്കളമായിരുന്നു. നബിക്ക് അവിടെ പള്ളി നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിഞ്ഞ ആ കുട്ടികൾ ആ സ്ഥലം ദാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവരിൽ നിന്ന് ആ സ്ഥലം ദാനമായി സ്വീകരിക്കാതെ തൻ്റെ കൂടെ ഹിജ്റ ചെയ്ത് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 ദീനാറ് കടം വാങ്ങിയിട്ട് ആ ഭൂമിയുടെ വിലയായി പ്രവാചകൻ ആ കുട്ടികൾക്ക് ആ കാശ് കൊടുത്തു. നബി കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് മസ്ജിദുൽ നബവി ഉള്ളത്. എൻ്റെ പ്രവാചകൻ ഭൂമി വാങ്ങി നിർമ്മിച്ച പള്ളിയിൽ കയറുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസ മസാജിദ്. പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജിഹ ആഗ്രഹിച്ചുകൊണ്ട് 3 പള്ളികളിലും അല്ലാതെ നിങ്ങൾ തീർത്ഥാടനം നടത്താൻ പാടില്ല. ഒന്നേതാ? ഒന്ന് മസ്ജിദുൽ ഹറാം. ഇവിടേക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും അള്ളാഹുവിൻ്റെ വജിഹ വേണ്ടിയിട്ട് വരാം. രണ്ടാമത്തേതോ മസ്ജിദി ഹാദ, മദീന പള്ളിയുടെ മുറ്റത്ത് വെച്ച് പ്രവാചകൻ പറഞ്ഞതാണ് എൻ്റെ ഈ പള്ളി. ഇവിടേക്ക് നിങ്ങൾക്ക് എവിടുന്നും വന്നിട്ട് അള്ളാഹുവിനോട് എന്നോട് ദുആ ചെയ്യാനല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി വരാൻ പറ്റുന്ന തീർത്ഥാടനം പിൽഗ്രിം ആയിട്ട് വരാൻ പറ്റുന്ന രണ്ടാമത്തെ പള്ളി. മൂന്നാമത്തേത് വൽ മസ്ജിദുൽ അഖ്സ, ഇപ്പോൾ ജൂതന്മാരുടെ കൈവശമുള്ള ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖിബിലയാകുന്ന ഫലസ്തീനിലെ ഹമാസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഷഹാദത്ത് വരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 പള്ളികളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പള്ളികൾ. ആ പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്താം. ആ പള്ളിയിലേക്ക് കൂടിയാണ് നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് പോയിട്ട് കയറുന്നത്. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അവിടെ ആ പള്ളി ഉണ്ടാക്കി. പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളി എങ്ങനെയാ അവിടെ നല്ല, ഇപ്പോൾ ഇന്ന് നമ്മൾ ആ പള്ളി കണ്ടാലും ഈ പള്ളി കണ്ടാലും നല്ല മാർബിളും മൊസൈക്കും തറയും എഴുത്തും കുത്തും എല്ലാ സംവിധാനങ്ങളുണ്ട്. നബിയുടെ കാലത്തെ മദീന പള്ളി എന്ന് പറഞ്ഞാൽ അത് നിലത്തൊന്നും വിരിച്ചിട്ടില്ല, മണലിലാസ്കാരം. നബിയുടെ കാലം മുഴുക്കെ നബിയും സഹാബികളും മണലിലാസ്കരിച്ചു. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ നമ്മൾ കേട്ടത് ബാല അറാബിയുൻ ഫിൽ മസ്ജിദി. ഒരു ഗ്രാമീണനായ മനുഷ്യൻ, അത്രയൊന്നും അറിവില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അയാൾ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പൊ ആളുകളെല്ലാം കൂടി എഴുന്നേറ്റിട്ട് എടാ ഇവിടെ വന്നിട്ട് എനിക്ക് മൂത്രമൊഴിക്കൽ വേറെ എത്ര സ്ഥലമുണ്ട് എന്ന് ചോദിച്ചു അയാളെ മേലെ ചാടി. ഇസ്ലാമിസ പറഞ്ഞ അടക്കട്ടെ, അയാളോട് നിങ്ങൾ ചൂടാൻ പാടില്ല, നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരും, എന്നിട്ട് ആ മണലിൽ അങ്ങ് ഒഴുക്കി കളയൂ, അതോടുകൂടി ആ സ്ഥലം ശുദ്ധമായിരിക്കുന്നു. എന്നിട്ട് നബി അന്നും ഒരു ആർത്തവാക്യം പറഞ്ഞു. ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൽ കൊത്തി വെക്കണം, വീട്ടിൽ നമ്മൾ എഴുതി വെക്കണം കേട്ടോ, നാട്ടിൽ എഴുതി വെക്കണം എന്ന് പറയാം. ക്രിസ്ത്യാനികൾ എന്താക്കും, അവരുടെ പല വചനങ്ങളും അവരുടെ പല ഭാഗത്ത് എഴുതിച്ചിട്ടുണ്ടാവും. യാത്രക്കാരായ ആളുകൾ ചിലപ്പോൾ അതൊക്കെ കണ്ടാൽ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ചില ക്രൈസ്തവ ഈ എന്താ ഇവരുടെ ബൈബിളിലൊക്കെയുള്ള വാക്യങ്ങൾ അങ്ങനെ തോന്നും. നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഓരോ സ്ഥലത്ത് എന്തുകൊണ്ട് ഓരോന്ന് പ്രദർശിപ്പിച്ചിടാം. വിശ്വാസം അന്ന് പറഞ്ഞു ബഷീർ പോലെ തുഅസ്സിർ, ബഷീർ പോലെ തുനഫിർ. നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക, ജനങ്ങൾക്ക് പ്രയാസങ്ങളും തെറ്റിക്കുറിക്കോളും ഉണ്ടാക്കരുത്. നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാകുക, നിങ്ങൾ ജനങ്ങളെ വെറുപ്പിക്കുന്നവരാകരുത്. ഇതാണ് നബിയുടെ ആപ്തവാക്യം. ഇതൊക്കെ എവിടെ എഴുതി വെക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് സന്തോഷം പകരുക, എപ്പോഴും വെറുപ്പിക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിലാണ്. നിങ്ങൾ അയാളെ ബുദ്ധിമുട്ടിക്കുന്നത്, അയാൾ ഒഴിച്ചു പോയില്ലേ, ഇനി അവിടെ വെള്ളം ഒഴിക്കാൻ മതി. അപ്പൊ ആ മണലിലായിരുന്നു നിസ്കാരം. ഈ മണലിന്റെ മേൽക്കൂര എന്താ? മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഓലന്റെ ആ തകിട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിക്കാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ചിത്രപ്പണികളുണ്ടോ നബിയുടെ പള്ളിയിൽ? അന്ന് ഇല്ല. അതിന്റെ മുകളിലേക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ആ ഓലയിൽ, ഈത്തപ്പന ഓലയിൽ തട്ടിയാൽ സ്വാഭാവികമായും മണലിൽ വരയ്ക്കുന്ന ചില ചിത്രങ്ങൾ ഉണ്ടാവില്ല. ആ ഓലയുടെ
അതാണ് അന്നത്തെ മദീന പള്ളിയുടെ സ്വാഭാവികമായ ചിത്രം. പക്ഷെ അത്രയും ലളിതമാണ് ആ പള്ളിയെങ്കിലും ലോകത്തേക്ക് ഇസ്ലാമിനെ പകർന്നു നൽകിയ അവരുടെ പാഠശാല, അവർ ഖുർആൻ പഠിച്ചത്, അവരുടെ കൂടിയാലോചന, പാർലമെന്റ് അത് അവിടെയാണ്. അവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സൈനിക സജ്ജീകരണത്തിന്റെ കേന്ദ്രം. അപ്പം പള്ളി എന്ന് പറഞ്ഞാൽ ഇബാദത്തോടൊപ്പം അവരുടെ എല്ലാറ്റിൻ്റെയും കേന്ദ്രമായി. അതുകൊണ്ട് ഇസ്ലാമിൽ പള്ളികൾ അടയ്ക്കപ്പെട്ടിരുന്നില്ല, പള്ളികൾ കേന്ദ്രീകരിച്ചല്ല നടന്നു. നമ്മൾ നാട്ടിലെന്താ നടക്കുന്നത്? പള്ളികൾ മനസ്സിലുള്ള നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം തുറക്കും, അല്ലാത്തവരൊക്കെ പൂട്ടിയിടും അല്ലേ? അത് മാത്രമല്ല, മൂത്രപ്പുരയും പൂട്ടിക്കളയും. ഒരു മനുഷ്യനൊരു യാത്രക്കാരൻ ഒരു റോട്ടിലൂടെ പോകുന്ന പള്ളിൻ്റെ അടുത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ പോലും അതിന് സമ്മതിക്കില്ല. അങ്ങനൊന്നും ആവരുത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാവും. ഒരാൾ പള്ളിൻ്റെ അകത്ത് കയറി നിസ്കരിക്കുന്ന സമയത്ത് ഫാൻ ഇട്ടു. ഇത് ജമാഅത്തിന്റെ സമയത്ത് മാത്രമേ അവിടെ ഫാൻ ഇടുള്ളൂ. നിങ്ങൾ ഒറ്റ നിസ്കരിച്ച് എങ്ങനെ ഇടുക? അയാൾ ഒരു സമയത്ത് ആ ഫാൻ ഇട്ട് നിസ്കരിച്ച് എന്താപ്പാട് സംഭവിക്കാം? ഒരാളെ അതാ പറഞ്ഞ യസ്സിറോ വലാത്തു അസ്സിറോ ബഷീറോ, വെറുതെ വെറുപ്പിക്കുന്ന ആൾക്കാരെ. അയാൾ നിസ്കരിച്ചോ നല്ലൊരു കാര്യം ചെയ്യല്ലേ, അതിനൊരു 5 മിനിറ്റ് ഫാൻ കറങ്ങിച്ച് നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അതായിരിക്കണം പള്ളി കമ്മിറ്റിയും നബിയുടെ പള്ളിയും അതായിരിക്കും ഇരിക്കട്ടെ. അങ്ങനെയുള്ള ഇനി അവിടെ അങ്ങോട്ടുള്ള പള്ളിയുടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ ഹറമിന്റെ പരിസര വിശദീകരണത്തിൽ അവിടെ വെച്ച് പറയും. ഏതായിരുന്നാലും അങ്ങനെ ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അവിടെ താമസിക്കണം. അപ്പോൾ അവിടെ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് നമുക്കറിയാം. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ആ പള്ളിയോട് ചേർന്ന് ചെറിയ ചെറിയ റൂമുകൾ, കൊച്ചു കൊച്ചു റൂമുകൾ തൻ്റെ പ്രിയപത്നിമാർക്ക് വേണ്ടി പള്ളിയോട് ചേർന്ന് പള്ളിയുടെ കിഴക്ക് വശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചു. ആ നബിയുടെ വീടിനെ പറ്റി പറയുന്നത്, ഒരാൾ ആ വീട്ടിന്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഈത്തപ്പന പോലെ തലക്ക് തട്ടുന്നു. നമ്മുടെ ഈ വയനാട്ടിലൊക്കെ ആദിവാസി കുടിലുകളിലൊക്കെ പോയിട്ടുണ്ട്. അതിനേക്കാളും ചെറിയ കുടിലിലാണ് ലോകത്തിന്റെ പ്രവാചകൻ, ലോകാനുഗ്രഹിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നതോ അവിടെ. നമ്മൾ സലാം പറയാൻ വേണ്ടി അവിടെ മുന്നിൽ പോയി നിൽക്കല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സലാം പറഞ്ഞാൽ മതി. അതിനാണ് ഞാൻ ഇതുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. കിടന്നത് പരുക്കൻ ഈത്തപ്പന ഓലയും. നമ്മളോ നിന്റെ വിരിപ്പ്, നിന്റെ പുതപ്പ്, ഒരാളിത് തൊടാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, നിന്റെ ബാത്റൂമിൽ എന്താ കയറി അപ്പുറത്ത് പോയി കയറിക്കോ. സുഖ സൗകര്യങ്ങൾ ആറാട്ട്. വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അപ്പൊ അവിടുത്തെ അടുക്കളയുടെ സിസ്റ്റം എങ്ങനെയാണ്? ഇവിടെ എവിടെ ഫ്രിഡ്ജ് വെച്ച് ഫ്രിഡ്ജ് പുറത്തേക്ക് കാണുന്നില്ല അല്ലേ? ഇനി പിന്നെ വീട്ടിൽ വന്നിട്ട് ഭർത്താക്കന്മാരോട് നമ്മളെ ഈ അടുക്കള നേരാക്കാൻ അയക്കുന്നല്ലോ. എന്നിട്ട് പിന്നെ അത് കുത്തിപ്പൊളിച്ച് അവിടെ പുറത്തേക്ക് ഇറക്കി 1, 2, 3ാമത്തെ അടുക്കളയിലാവും പോലുള്ളത്. 2ാമത്തത് അത് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ഒരുക്കാനുള്ള സ്ഥലം. 1ാമത്തതോ അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പുറത്തുള്ള ഡൈനിങ് ഹാളോ അത് പിന്നെ ആരെങ്കിലും വരുന്ന ഭക്ഷണം കഴിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നല്ല, എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഇത് ഏതായാലും നമ്മുടെ ഉമ്മത്ത് മുസ്ലിം അങ്ങനെയാണ്. നിങ്ങൾ മലപ്പുറം ജില്ലയിലൂടെ ഒക്കെ ഒന്ന് ബസ്സിൽ യാത്ര ചെയ്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും. മലപ്പുറം ജില്ല എന്നല്ല, കാസർഗോഡ് ഏത് ജില്ലയായിരുന്നാലും ആ വീടുകളിലൊക്കെ ഇന്നലെ അവിടെ സാമ്പത്തിക വിശുദ്ധി പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെയുള്ള ബമ്മാരങ്ങളൊക്കെ കെട്ടിയിട്ട് പ്രവാചകരെ, താങ്കളോട് എനിക്ക് സ്നേഹമുണ്ടെന്നുള്ള സലാം പറയാൻ വേണ്ടി വീട്ടിൽ പോയി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രബോധനമൊക്കെ നടത്തുകയായിരുന്നു. അതുകൊണ്ട് നമ്മളെ മതി പൈസ ഉണ്ടാക്കാനൊന്നും നേരെ കിട്ടില്ല, അതുകൊണ്ട് ദരിദ്രനായി പോയതല്ലേ, അതിന് ഞങ്ങൾ എന്താക്കാനാ? അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാലി വൽ ദുനിയ, ഞാനെങ്ങാനും ആഗ്രഹിച്ചിരുന്നെങ്കിൽ സ്വർണത്തിന്റെ കൂമ്പാരം എന്റെ പിന്നാലെ ഒഴുകി വരും. അങ്ങനെയൊക്കെ പണിയെടുക്കാൻ എനിക്കറിയാം. കാരണം മക്കയിൽ ആദ്യകാലത്ത് ഖദീജയുടെ സ്വത്ത്, ഖദീജയുടെ കച്ചവടം നടത്തിയ അതിന്റെ മാനേജറാണ്. എനിക്കറിയാം ലുലുമാൾ ഉണ്ടാക്കാനൊക്കെ. പ്രവാചകൻ അറിയാമായിരുന്നു. പക്ഷെ നബി അതിന്റെ പിന്നാലെ ഒന്നും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നത് പരുക്കൻ ഈത്തപ്പന ഓലയും. എന്നിട്ട് അതിന്റെ പാട് നബിയുടെ പുറത്ത് പതിഞ്ഞു. അപ്പൊ ഇത് കണ്ടിട്ട് സഹാബികൾക്ക് വല്ലാത്ത വിഷമം. അപ്പൊ അവര് പറഞ്ഞു, റോമിന്റെയും പേർഷ്യയുടെയും ഭരണാധികാരികൾ വലിയ പട്ടുമെത്തയിൽ കിടക്കുന്നല്ലോ പ്രവാചക, നിങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയ വിരിപ്പ് കൊണ്ടുതരാം, താങ്കൾ അതിലെങ്കിലും കിടക്കുമോ? അപ്പൊ നബി പറഞ്ഞ വേറൊരു വാക്യമാണ്, മാലി വലി ദുനിയ, ഞാനും ഈ ഭൗതിക ജീവിതവും തമ്മിൽ എന്ത്?
വല്ല ഉദാഹരണവും എൻ്റെ ഈ ഭൗതികമായ ജീവിതത്തിന് പറയാൻ പറ്റുമെങ്കിൽ ഒരു യാത്രക്കാരൻ ഒരു മരത്തിന്റെ തണലിൽ കുറച്ചു നേരം വിശ്രമിക്കുന്നു, പിന്നെ അവിടെ വിട്ടുപോകുന്നു. ഇങ്ങനെ കണ്ടാൽ മതി ദുനിയാവിനെ. അല്ലാതെ ദുനിയാവ് എല്ലാമാണെന്ന് പറയുന്നത് കെട്ടിപ്പൂട്ടി കെട്ടിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കി ഒരാൾ ഭൗതികനായിട്ട് മാറാൻ പാടില്ല. അതാണ് മദീനയുടെ നബിയുടെ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ ഉപദേശങ്ങളുണ്ട്. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ഇന്നി ലാ അഖ്ശ അലൈക്കും അൽ ഫഖർ വലാകിൻ അഖ്ശ അലൈക്കും അൻ തുബസത അലൈക്കും ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും. നിങ്ങൾക്ക് ഈ ഉമ്മത്തിന് ദാരിദ്ര്യം വന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സമൃദ്ധി കൂടുതൽ കൂടുതൽ ഉണ്ടായി നിങ്ങൾ അതിൻ്റെ ഭൗതികത്തിന്റെ ആളുകളായി മാറും എന്നത് നിങ്ങളെപ്പറ്റി എൻ്റെ പേടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരള മുസ്ലിങ്ങളൊക്കെ നോക്കിയാൽ അതാണ്. സമ്പത്ത് കൊണ്ടും വിവാഹം കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും വാഹനങ്ങൾ കൊണ്ടുള്ള ആറാട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മദീന കണ്ട തീർത്ഥാടക നബിയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് വളരെ ഭവ്യതയിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സലാമല്ല, അങ്ങയുടെ പാത ഞാൻ പിൻപറ്റി ജീവിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ ധാർമ്മികമായ യോഗ്യത എനിക്കും നിങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. ആ വീട്ടിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഒരു നേരം പറഞ്ഞില്ലേ, ആ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം പാകം ചെയ്യാനില്ലാത്തതിൻ്റെ പേരിൽ അടുപ്പിൽ നിന്ന് പുകയുയരാതെ പട്ടിണി മാത്രമുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ജീവിച്ച അതിൻ്റെ അകത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഖബറടക്കിയിട്ടുള്ളത്. അത് ഇന്ന് പള്ളിയോട് ചേർന്നാണ് ആ സ്ഥലം. അതുകൊണ്ട് പുരുഷന്മാർ ബാബുസലാമിലൂടെ കയറി ഇങ്ങനെ നടന്നു വന്നാൽ കുറച്ച് പുറത്തുനിന്നേ ലൈന് രൂപപ്പെടുട്ടോ. ഇതിൽ റൗദന്റെ പറഞ്ഞിട്ടൊന്നും വേണ്ട, സലാം പറയാൻ പോകാൻ. അങ്ങനെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ പ്രവാചകന്റെ വീടിൻ്റെ അടുത്തേക്ക് നമ്മൾ പള്ളിയുടെ ഉള്ളിലെത്തും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഹോൾസുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തിൽ 2 ചെറിയ ഹോളുകളുണ്ട്, അവിടെ ആരുടെയും ഫീസ് വരുന്നില്ല. പിന്നെ ആ സെൻട്രലുള്ളതിൽ വലിയൊരു ഹോൾ നിങ്ങൾക്ക് കാണാം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം വരുന്നത്. അവിടേക്ക് നോക്കിയിട്ട് എന്താക്കണം? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈരി ഖൽഖില്ലാഹ്, അഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത റിസാല വഅദ്ദൈത അമാന വനസഹ്ത ഉമ്മ വജാഹത്ത ഫീ സബീലില്ലാഹി ഹഖ്ഖ ജിഹാദിഹി എന്നൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നാട്ടിൽ നിന്ന് ആരെങ്കിലും നബിക്ക് സലാം പറയുന്നത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഖദീജ കുട്ടിയോട് സലാം എന്ന് പറഞ്ഞിട്ട് പറയണമെന്നില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഒരു സലാം അങ്ങ് പറഞ്ഞാൽ മതി. അതിന് തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൊട്ടടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ അങ്ങോട്ട് പോകുന്നതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് പോവാം. അതിൻ്റെ മുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി. ഇവിടെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്നൊക്കെ ആയത്തൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചുരുക്കി നമ്മൾ അവിടെ എന്തിന് പോകുന്നു എന്നതിലെ ചില കാര്യങ്ങളും പ്രവാചകൻ ആരാണ്, എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് ലോകത്തിന് മാതൃക കൊടുത്തത് എന്നൊക്കെയാണ് പറഞ്ഞത്. സ്ത്രീകളുടെ ഞാൻ നമ്മുടെ ഇതിലിട്ടിരുന്നു, പിന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള റൗളയുടെ സമയം അല്ലേ, നിങ്ങളൊക്കെ പേര് നിങ്ങൾ അതിൽ കണ്ടെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. കാണാത്ത ആരെങ്കിലും ഉണ്ടോ പേര്? നോക്കിയിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് നോക്കി. അപ്പോൾ നിങ്ങളുടെ സമയത്ത് വെള്ളിയാഴ്ച 6 മണി വൈകുന്നേരം അല്ലേ? അത് നോക്കണേ, AM ആണോ PM ആണോ? PM ആണ് 6 മണി. അപ്പോൾ 5:30 ആകുമ്പോൾ നിങ്ങൾ റെഡി ആയിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നിൽക്കണം. അങ്ങനെ ഇത് നേരത്തെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ആണുങ്ങളെല്ലാവരും ഒന്നിച്ചു പെണ്ണുങ്ങളെല്ലാവരും ഒന്നിച്ച് 2 കടലാസേ ഉണ്ടാവാറുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, അങ്ങനെ കിട്ടുന്നില്ല. കാരണം ലോകത്തിന്റെ എല്ലാ ആളുകളും ഒരേ സമയം ഈ സൈറ്റിലേക്ക് കയറാണ്. അപ്പോൾ കയറുന്നതാണ് ചിലപ്പോൾ 4 5 കിട്ടുക. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അത് ഫുള്ളാകുന്നുണ്ടാകുക. അപ്പോൾ സ്ലോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ കിട്ടുന്നതിൽ വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യും. അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ ഇതിങ്ങനെ വ്യത്യസ്തമായി. അപ്പോൾ ആരുടെ ആദ്യം തുടങ്ങുന്ന എത്ര വെള്ളിയാഴ്ച രാവിലെ ഉള്ള ആൾക്കാരില്ല, ആരുമില്ല.
വെള്ളിയാഴ്ച രാവിലെ ആരുമില്ല. അപ്പൊ നമ്മുടെ ജുമേന്റെ സമയം. പിന്നെ വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരമുള്ള ആരൊക്കെ 2 മണിക്ക് ആരുണ്ടോ? വെള്ളിയാഴ്ച 3 മണിയുണ്ടോ? 4 മണിയുണ്ടോ? 6 മണിക്കുണ്ടല്ലോ. ഇങ്ങനെ കൈകൊണ്ട് മലർത്തുന്നു. ഹലോ, ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലോ വേറെ എന്തൊക്കെ ഈ വാട്സപ്പ് നോക്കുന്നുണ്ടെങ്കിൽ സമയം നോക്കി നിങ്ങളുടെ പേര് ഇല്ലാണ്ട് നിങ്ങൾ നോക്കണം. ആ പേര് എഴുതിയ ഒപ്പം അടക്കട്ടെ. ആ പേര് എനിക്ക് രൂപം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് ഇംഗ്ലീഷിൽ അറബികനാണ്, അല്ലാതെ മുഹമ്മദ് യൂനുസ് ഒന്നും കാണില്ല. അതിൽ യൂനേസ് എന്നൊക്കെ കാണാം. ഇതിൻ്റെ പേരല്ലാന്നൊന്നും വിചാരിക്കേണ്ട, അതിന് ഞങ്ങളുടെ പേര്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ആ റൗളയിൽ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അതാണ് നബി വളർന്ന സ്ഥലം. അത് സ്വർഗത്തോപ്പാണ്. അതുവഴി അവർ സ്വർഗത്തിലേക്ക് പോയി ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം എന്ന പ്രാർത്ഥനയും നടത്തി അവിടുന്ന് നമ്മൾ പോവുക ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്കും ആ റൗളയിലേക്കുള്ള സമയത്തിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ സെറ്റായിട്ട് നിൽക്കണം. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പറയും. അങ്ങനെ നമുക്ക് വെള്ളിയാഴ്ച അത് പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആയിരിക്കും നമ്മുടെ ചരിത്രസ്ഥല സന്ദർശനം രാവിലെ 7 മണിക്ക് മദീനയിൽ. ഇതിൻ്റെ ഇടയിൽ മദീന ഹറമിൻ്റെ പരിസരം നമുക്കൊന്ന് പറയാനുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, മദീനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ, ഓർക്കാൻ, പ്രാർത്ഥിക്കാൻ, ജീവിതത്തെ മാറ്റിപ്പണിയാനാണ് നമ്മൾ മക്കയിലേക്കും മദീനയിലേക്കും വന്നത്. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നേടാനും ഇത് അതിൻ്റെ ഒരു തുടക്കം എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ വായന പഠനങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും സഹാബികളുടെയും ചരിത്രവും ജീവിതവും ഒക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നല്ലൊരു വിശ്വാസിയും ഒരു വിശ്വാസിനിയുമായി നമ്മുടെ ജീവിതത്തെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.